ഹായ് ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർ വാങ്ങാനുള്ള ഫോർമാലിറ്റീസ് പൂർത്തീകരിക്കുന്ന രേവതിയെയും മഹേഷിനെയുമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. കാർ വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചെന്നും ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ പിന്നീട് ചെയ്തു കൊള്ളാമെന്നും അതുകൊണ്ട് കാർ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാമെന്നും മാനേജർ രേവതിയോട് പറയുന്നു. ഇതൊക്കെ കേട്ട് രേവതിയും മഹേഷും ഷോറൂമിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോൾ മഹേഷ് രേവതിയോട് പറയുകയാണ്, സച്ചി അല്ലേലും വളരെ ഭാഗ്യം ചെയ്തവനാണ്, സച്ചിക്ക് ഇതേപോലുള്ള ഒരു ഭാര്യയെ കിട്ടിയതുകൊണ്ട്. അതിനുശേഷം രേവതി മഹേഷിനോട് പറയുന്നു, ചേട്ടൻ എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരണം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചേട്ടൻ സച്ചിയെ വിളിക്കണം. സച്ചിയെ വിളിച്ചിട്ട് ഒരു കൂട്ടുകാരൻ കാറ് വാങ്ങിയെന്നും ആ കാറ് സച്ചി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പറയണമെന്നും പറഞ്ഞ് സച്ചിയെ വിളിച്ച് ഈ കാർ ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് രേവതി മഹേഷിനോട് ആവശ്യപ്പെട്ടത്. പിന്നീട് കാണിക്കുന്നത് സുധിയെയാണ്. സുധി വീട്ടിൽ ചന്ദ്രയോടും രവീന്ദ്രനോടും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ സുധി പറയുന്നു, ശ്രുതി പാർലറിനെ ഫ്രാഞ്ചൈസി മോഡലിലേക്ക് മാറ്റിയെന്നും ഇനി പാർലറിൽ വെച്ചടി കയറ്റവും ഇരട്ടി പ്രോഫിറ്റും ഉണ്ടാകുമെന്നും പറയുന്നു. ഇത് കേട്ട് ചന്ദ്ര ഒന്ന് ഞെട്ടുകയും ആകെ അസ്വസ്ഥയാവുകയും ചെയ്യുന്നു. അപ്പോൾ രേവതി പറയുന്നു, ഫ്രാഞ്ചൈസിയാക്കി മാറ്റിയാണെങ്കിൽ പാർലറുടെ പേരും ചേഞ്ച് ആക്കി കാണുമല്ലോ എന്ന്. അപ്പോൾ ശ്രുതി പറയുന്നു, പാർലറിൻ്റെ പേര് മാറ്റിയെന്ന് പറയുന്നു. കൂടാതെ രേവതി പറയുന്നു, ഇനിയിപ്പോൾ ചന്ദ്രയുടെ പേര് നമ്മുടെ പൂക്കടയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് കേട്ട് സച്ചി പറയുകയാണ്, പൂക്കടയ്ക്ക് പുതിയ ഫ്രാഞ്ചൈസി ഒന്നും തുടങ്ങാനില്ലാത്തതുകൊണ്ട് ചന്ദ്രയുടെ പേര് മാറത്തുമില്ല എന്ന് സച്ചി പറയുന്നു. ഇതൊക്കെ കേട്ട് ചന്ദ്രയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നെങ്കിലും ചന്ദ്ര ദേഷ്യമൊന്നും കാണിക്കാതെ ഇങ്ങനെ ദേഷ്യം അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി അങ്ങോട്ട് വന്നു. എല്ലാവരും വിചാരിച്ചു ചന്ദ്ര ശ്രുതിക്ക് മുകളിൽ ബഹളം വെക്കുമെന്ന്. പക്ഷേ ചന്ദ്ര വളരെ കാം ആൻഡ് കൂളായിട്ട് അല്ലെങ്കിൽ വളരെ കൂളായിട്ടാണ് നിന്നത്. കൂടാതെ ശ്രുതിയോട് പറയുകയും ചെയ്തു, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ നീ പേര് മാറ്റിയത്, കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ശ്രുതി ബാത്റൂമിലേക്ക് ഫ്രഷ് ആകാൻ പോയതിന് പിറകെ ചന്ദ്രയും പോകുന്നു. ശ്രുതിയും ചന്ദ്രയും റൂമിലെത്തിയതിനു ശേഷം ചന്ദ്ര വാതിലടച്ച് കുറ്റിയിടുന്നു. അതിനുശേഷം ശ്രുതിയോട് ചോദിക്കുകയാണ്, ആര് പറഞ്ഞടി എൻ്റെ കടയുടെ പേര് മാറ്റാനെന്ന്. ശ്രുതി ആകെ പെട്ടുപോയി. എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചാണ് നിനക്ക് പാർലർ തുടങ്ങാനുള്ള പൈസ തന്നത്. എന്നോട് തന്നെ നീ ഈ ചതി ചെയ്തല്ലേ. ആര് പറഞ്ഞു നിന്നോട് പേര് മാറ്റാൻ? ഇനി മേലാൽ എൻ്റെ കൂടെ ആലോചിക്കാതെ ഒരു തീരുമാനവും നീ എടുക്കരുത്. അങ്ങനെ എടുത്താൽ നീ ചന്ദ്രമതിയുടെ തനി സ്വരൂപം കാണുമെന്ന് പറഞ്ഞ് ശ്രുതിയെ വിരട്ടുകയാണ് ചന്ദ്രമതി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് മഹേഷിൻ്റെ കോള് വരുന്നു. മഹേഷ് പറയുന്നു, എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു കാർ എടുത്ത് ആ കാറൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിൻ്റെ ഒരു അഭിപ്രായം പറയണം, അതിനുവേണ്ടി നിന്നെ വിളിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ സച്ചി പറയുന്നു, നിൻ്റെ ഏത് കൂട്ടുകാരനാണ് കാർ എടുത്തത്? മഹേഷ് പറയുകയാണ്, എൻ്റെ ഒരു കൂട്ടുകാരൻ സുഗുണനാണ് കാർ എടുത്തത്. സുഗുണൻ എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ നിനക്കില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, നീ എൻ്റെ ഫ്രണ്ട് ആകുന്നതിന് മുൻപേ ഉള്ള ഫ്രണ്ടാണ്, നീ ഒന്ന് വന്ന് ആ കാറ് ടെസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയണമെന്ന് പറയുന്നു. ഇത് കേട്ട് സച്ചി പറയുകയാണ്, ശരി ഞാൻ വന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന്. പിന്നീട് കാണിക്കുന്നത് കാറ് ടെസ്റ്റ് ചെയ്യാൻ എത്തിയ സച്ചിയെയാണ്. കാറ് കാണുമ്പോൾ തന്നെ സച്ചിക്ക് സന്തോഷമാവുന്നു. ഈ കാറ് ഞാൻ മുമ്പേ നോക്കി വെച്ചതാണെന്നും എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് എടുക്കാഞ്ഞതാണെന്നും ഇതിനെ ടെസ്റ്റ് ചെയ്യാനൊന്നുമില്ല, വളരെ നല്ല കാറാണെന്നും സച്ചി മഹേഷിനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.